മൈ ഡിയർ, അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സിനിമ കാണാൻ പോയാലോ? യെസ്, അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒരു സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമക്കാണ് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടിച്ചാടി നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നിട്ട് കുളിച്ചൊരുങ്ങി മാറ്റിയിട്ട് വേണം ഇനി അടുത്ത സിനിമക്കുള്ള പരിപാടി. ഡോറ ആണെങ്കിൽ ഓപ്പൺ ആവുന്നില്ലല്ലോ ഈശ്വര. അങ്ങനെ ഗൈസ് ഡോറൊക്കെ മെല്ലെ മെല്ലെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഡോറൊക്കെ ഓപ്പണായി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റ് ഓപ്പൺ ആക്കണം. അങ്ങനെ നമ്മളെ റൂമുള്ളത് 3rd ഫ്ലോറിലാണ്. അങ്ങനെ ലിഫ്റ്റൊക്കെ മെല്ലെ താഴ്ന്ന മുകളിലേക്ക് വരുമ്പോൾ ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് ലിഫ്റ്റിൽ കുറച്ച് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞാലോ. ലിഫ്റ്റിലൊക്കെ കുറച്ച് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞപ്പോഴാണ് നമ്പർ 3 ഞെക്കാൻ മറന്നുപോയി. ആൻഡ് ഫൈനലി നമ്മളെ 3rd ഫ്ലോറിലെത്തി. 3rd ഫ്ലോറിലെത്തി അങ്ങനെ റൂമൊക്കെ ഓപ്പൺ ആക്കിയപ്പോൾ ആരും വന്നില്ല ഇന്ന്. ജസ്റ്റ് റൂമൊക്കെ നോക്കിയപ്പോൾ ആകെ അലങ്കോലായി കിടക്കുന്നുണ്ടായി റൂം. അങ്ങനെ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഞാൻ റെഡിയാവാൻ തുടങ്ങി. ആദ്യം തന്നെ മുഖ്യം നമ്മുടെ ഫൗണ്ടേഷൻ ആണല്ലോ. ഫൗണ്ടേഷനൊക്കെ വാരിപ്പൊത്തി. അങ്ങനെ പിന്നെ കുറച്ച് ഫിറ്റ്നസ് ചെക്കൊക്കെ നടത്തി. ഇപ്പോൾ സെറ്റാണ്, എല്ലാം റെഡിയായി, ഓൾ സെറ്റ്. അങ്ങനെ നേരെ പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ എനിക്കിപ്പോൾ രാഷ്ട്രീയ മെട്രോ സ്റ്റേഷൻ വരെ പോകണം. അവിടെയാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ വരും പിക്ക് ചെയ്യാൻ. അങ്ങനെ എൻ്റെ തേരയിലൊരു ഫേവറേറ്റ് പാട്ടാണ് ഇവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയ മെട്രോ സ്റ്റേഷൻ വരെ എത്തണം. അപ്പോൾ അതിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചേച്ചി വിളിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ ഫോൺ വെക്കൂല. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ എസ്കലേറ്റർ കയറാൻ പോയപ്പോൾ എന്തോ ഒരു പേടി. എസ്കലേറ്റർ കയറിയില്ല, നേരെ ലിഫ്റ്റ് തന്നെ കയറി. അങ്ങനെ ഫൈനലി മെട്രോയിലെത്തി. മെട്രോന്ന് കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ലാസ്റ്റത്തെ ഒരു ഓർമ്മ വന്ന്. ലാസ്റ്റിൽ തന്നെ ഒരു വാർണിംഗ് കിട്ടിയായിരുന്നു, മെട്രോന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് ഏതൊരു അറബി ചേച്ചി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ മെട്രോന്ന് വീഡിയോ അങ്ങനെയൊന്നും എടുത്തില്ല. കുറച്ച് ക്യൂട്ട്നെസ് ഇവിടെയും വാരി അറിയാൻ വിചാരിച്ച്. അങ്ങനെ ഫൈനലി മെട്രോ എത്തിക്കഴിഞ്ഞു ഗൈസ്. മെട്രോ എത്തിയതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്താ രാഷ്ട്രീയ എത്താത്തത്. ഫൈനലി നോക്കുമ്പോൾ രാഷ്ട്രീയ എത്തി. രാഷ്ട്രീയ മെട്രോ സ്റ്റേഷനിൽ എത്തിയതും ഞാൻ ഇറങ്ങി ഓടി. വേറെ ഒന്നും കൊണ്ടല്ല, നേരെ പോകണം വാഷ്റൂമിലേക്ക്. അവിടെയും വേണ്ടി ഒരു ഫിറ്റ്നസ് ചെക്കൊക്കെ. അങ്ങനെ ഗൈസ് മെട്രോ ഇറങ്ങി. എസ്കലേറ്റർ ഇറങ്ങാൻ കഴിഞ്ഞ പ്രാവശ്യം പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പേടിയൊക്കെ മാറി. അങ്ങനെ അവിടെ ഫിറ്റ്നസ് ചെക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഫ്രണ്ട്സ് വന്നു. അങ്ങനെ അപ്പം തന്നെ അവരെന്നെ പൊക്കിയെടുത്ത് കാറിലിട്ടു. നെക്സ്റ്റ് എന്താ ഞാൻ വിളിച്ചു വണ്ടിയിൽ എന്താ ഓളൊന്നും ഇല്ലാത്തതെന്ന്. വൈബില്ലല്ലോ, അപ്പോൾ പാട്ട് വെക്കണ്ടേ, അത് മസ്റ്റാണല്ലോ. അങ്ങനെ നമ്മൾ ഫൈനലി ദുബായ് മാൾ പാർക്കിങ്ങിലെത്തി. ദുബായ് മാൾ നമ്മൾ നേരെ സിനിമ പാർക്കിങ്ങിലേക്കാണ് കേട്ടോ എടുത്തത്. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. ഞാൻ പോസ്റ്റ് ആവാത്ത സ്ഥലമുണ്ടോ, ഇവിടെയും പോസ്റ്റ്. ടിക്കറ്റ് കൗണ്ടർ തിരക്കായത് കാരണം ഞാൻ പോയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഫൈനലി ടിക്കറ്റും കിട്ടി, ഫുഡും കിട്ടി. രണ്ടും കിട്ടി. നേരെ പോയി സിനിമാ ഹാളിലേക്ക്. പോകുന്ന വഴിയിലാണ് ഹായ് ദേ കുറേ റോബർട്ട് മാമന്മാർ. പക്ഷേ അവിടെ ഓൾറെഡി മെൻഷൻഡ് ആണ് പ്ലീസ് ഡു നോട്ട് ടച്ച് എന്ന്. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്ത് പിന്നെ മുകളിൽ വന്ന് സിനിമാ ഹാളിൻ്റെ അടുത്തും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ സുമതി വളവ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ വെണ്ടക്കാശ്ശേരത്തിൽ എഴുതി വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഗോൾഡ് വന്ന് എനിക്ക് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റുമോ? നോ. അങ്ങനെ ഗൈസ് മൂവി തുടങ്ങിയപ്പോൾ എൻ്റെ വാടഞ്ഞു. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു 100 ഡൗട്ടും. ഞാൻ ഓരോ ടൈമിൽ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ബെസ്റ്റ് പാർട്ട്? തീരാത്ത മൊഴി തരാം തൂവാനിൽ വരും തിങ്കളേ ആകാശം. സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൊറർ മൂവി ആയതുകൊണ്ട് എനിക്ക് പേടിച്ചൊന്നുമില്ല, കുറച്ച് പേടിച്ചു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ വിട്ട് വീണ്ടും വീട്ടിലേക്ക്. അപ്പോൾ പാട്ടില്ലാതെ പറ്റൂലല്ലോ, പാട്ട് മസ്റ്റ്. സൈനപ്പ പാട്ടും കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ വ്ളോഗ്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ, മീറ്റ് യു അൻറ്റിൽ ദ നെക്സ്റ്റ് വ്ളോഗ്. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഡു ഷെയർ മൈ ചാനൽ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.